ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആ രൂപത്തെ ഒന്ന് വെറുപ്പോടെ നോക്കാത്തവരായി നമ്മളിൽ ആരെങ്കിലും ഉണ്ടാകുമോ? വിരസതയോടെ, ആത്മവിശ്വാസമില്ലാതെ, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ നിശ്ചയിച്ച സൗന്ദര്യസങ്കല്പങ്ങളുമായി താരതമ്യം ചെയ്ത് നമ്മുടെ തന്നെ ഉടലിനെയും ഉയിരിനെയും നാം തള്ളിപ്പറയാറുണ്ട്. എന്നാൽ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് മുന്നോട്ടുവയ്ക്കുന്ന ഒരു വിപ്ലവകരമായ ചിന്തയുണ്ട്. നിങ്ങളുടെ സ്വന്തം രൂപത്തോട്, നിങ്ങളുടെ അസ്തിത്വത്തോട് ഒരുതരം അഡിക്ഷൻ വളർത്തിയെടുക്കുക എന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം, ഇതൊരു തരം അഹങ്കാരമോ അല്ലെങ്കിൽ നാർസിസിസമോ അല്ലേ എന്ന്. എന്നാലല്ല, ഇതൊരു തിരിച്ചറിവാണ്. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറയുമ്പോഴും, സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തുമ്പോഴും, നിങ്ങൾക്ക് തണലാകാൻ നിങ്ങളുടെ ഈ രൂപം മാത്രമേ ഉള്ളൂ എന്ന വലിയ സത്യത്തിലേക്കുള്ള യാത്രയാണിത്. പുറം ലോകത്തെ കാഴ്ചകളിലും മറ്റുള്ളവരുടെ അംഗീകാരങ്ങളിലും സന്തോഷം തിരയുന്ന മനുഷ്യൻ സ്വന്തം ഉള്ളിലെ അനന്തമായ സാഗരത്തെ കാണാതെ പോകുന്നു. നാം ഓരോരുത്തരും ഒരു മഹാത്ഭുതമാണെന്നും നമ്മുടെ ഓരോ കോശത്തിലും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും കാൾ യുങ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു യാത്ര നമ്മെ കൊണ്ടുപോകുന്നത് നമ്മളിലേക്ക് തന്നെയാണ്. നിങ്ങളുടെ കുറവുകളെ പ്രണയിക്കാനും നിങ്ങളുടെ തഴമ്പുകളെ അഭിമാനത്തോടെ നോക്കിക്കാണാനും പഠിപ്പിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ പരിവർത്തനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മൾ ജനിച്ചു വീണ നിമിഷം മുതൽ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയാണ് നമ്മളെത്തന്നെ കാണാൻ ശീലിച്ചത്. മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, പിന്നെ ഈ സമൂഹവും സോഷ്യൽ മീഡിയയും ഒക്കെ ചേർന്ന് നമുക്ക് നൽകിയ ചില അളവുകോലുകളുണ്ട്. നീ ഇങ്ങനെയൊക്കെ ഇരുന്നാലേ ഭംഗിയുള്ളൂ, നിനക്ക് ഇത്രയൊക്കെ കഴിവേയുള്ളൂ എന്നിങ്ങനെ മറ്റുള്ളവർ ചാർത്തിത്തന്ന ലേബലുകൾ നാം അറിയാതെ തന്നെ നമ്മുടെ സത്യമായി സ്വീകരിച്ചു. എന്നാൽ കാൾ യുങ് പറയുന്നത്, ഓരോ മനുഷ്യനും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് എന്നാണ്. ആ ലക്ഷ്യത്തിലേക്കെത്താൻ ആദ്യം ചെയ്യേണ്ടത് പുറം ലോകത്തിന്റെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക എന്നതാണ്. നിങ്ങളുടെ നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു സംഭാഷണം തുടങ്ങേണ്ടതുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ മുഖം കേവലം ചർമ്മവും മാംസവുമല്ല, മറിച്ച് നിശ്ചയദാർഢ്യത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു കഥാപുസ്തകമാണ്. ആ രൂപത്തോട് നിങ്ങൾക്കൊരു പ്രണയം തോന്നണം. അത് വെറുമൊരു ശാരീരിക ഭംഗിയോടുള്ള ഇഷ്ടമല്ല, മറിച്ച് നിങ്ങളുടെ എല്ലാ പോരായ്മകളോടും കൂടിയ ആ പൂർണ്ണതയെ പുനരലാണ്. ലോകത്തിന് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ അനുവാദത്തിനായി കാത്തുനിൽക്കുന്നത് നിർത്തും. പകരം നിങ്ങളിലെ ശക്തിയെ നിങ്ങൾ തന്നെ ആവേശത്തോടെ വരവേൽക്കും. നമുക്കെല്ലാവർക്കും ഒരു നിഴൽ രൂപമുണ്ട് എന്ന് കാൾ യുങ് വിശ്വസിച്ചിരുന്നു. ഷാഡോ എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. നാം പുറം ലോകത്തിന് കാണിച്ചുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ ദേഷ്യം, സങ്കടം, അസൂയ, നമ്മുടെ പരാജയങ്ങൾ, ഇവയെല്ലാം അടങ്ങിയ ഒരു കറുത്ത വശം. പലപ്പോഴും നമ്മൾ നമ്മുടെ രൂപത്തോട് അകൽച്ച കാണിക്കുന്നത് ഈ നിഴലിനെ ഭയന്നിട്ടാണ്. ഉള്ളിലുള്ള ഈ അന്ധകാരത്തെ മറച്ചുപിടിക്കാൻ നാം മുഖംമൂടികൾ അണിയുന്നു. എന്നാൽ യഥാർത്ഥ ആത്മബോധം തുടങ്ങുന്നത് ഈ നിഴലിനെ അംഗീകരിക്കുന്നിടത്താണ്. നിങ്ങളുടെ ആ പഴയ രൂപത്തെ, നിങ്ങൾ തോറ്റുപോയ നിമിഷങ്ങളെ, നിങ്ങൾ തകർന്നുപോയ കാലത്തെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവയെല്ലാം ചേർന്നതാണ് ഇന്നത്തെ നിങ്ങൾ. ഒരു ശില്പം മനോഹരമാകുന്നത് ഉളികൊണ്ടുള്ള ഒട്ടനവധി ചതവുകൾക്ക് ശേഷമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മുറിപ്പാടും നിങ്ങളെ ഇന്നത്തെ കരുത്തുള്ള വ്യക്തിയാക്കി മാറ്റിയ ശില്പിയുടെ ഉളിപ്പാടുകളാണ്. അവയെ വെറുക്കുന്നതിനു പകരം അവയോടൊരടുപ്പം കാണിക്കുക. നിങ്ങളുടെ രൂപം എന്നത് നിങ്ങളുടെ ആത്മാവ് വസിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം എത്രയൊക്കെ തകർന്നതായാലും അവിടെ കുടിയിരിക്കുന്നത് ദൈവീകമായൊരു ഊർജ്ജമാണെന്ന് തിരിച്ചറിയുക. ആ ഊർജ്ജത്തോടുള്ള ആസക്തിയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളൊരു കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. വഴിയിലെവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തെറ്റി. കയ്യിൽ വെളിച്ചമില്ല, ചുറ്റും ഇരുത്താണ്. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കും. നിങ്ങളുടെ ശ്വാസത്തിന്റെ താളം ശ്രദ്ധിക്കും. അവിടെ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജീവിതവും അതുപോലെ തന്നെയാണ്. ആരും കൂടെയില്ലാത്ത നിമിഷങ്ങളിൽ, ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ കൈപിടിക്കാൻ നിങ്ങളുടെ രൂപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ കണ്ണുകളിലെ ആ തിളക്കം തിരിച്ചുകൊണ്ടുവരിക. അത് മറ്റാർക്കും വേണ്ടിയാകരുത്, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രമാകണം. സ്വന്തം രൂപത്തോട് അഡിക്ഷൻ വളർത്തുക എന്ന് പറയുമ്പോൾ അതോരോ നിമിഷവും നിങ്ങളെത്തന്നെ മെച്ചപ്പെടുത്താനുള്ള ഒരു വെമ്പലായി മാറണം. ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ച ഒരാളായി മാറാൻ നിങ്ങൾ കൊതിക്കണം. നിങ്ങളുടെ നടത്തത്തിൽ, സംസാരത്തിൽ, നോട്ടത്തിൽ എല്ലാം ആ ആത്മവിശ്വാസം നിറയണം. ഇത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പ്രകടനമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ ചെയ്യുന്ന ഒരു നീതിയാണ്.
നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹിച്ചു തുടങ്ങുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ നിങ്ങളെത്തന്നെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുകയുള്ളൂ. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുമ്പോൾ ആദ്യം ചെയ്യുന്നത് സ്വന്തം രൂപത്തെ പഴിക്കുക എന്നതാണ്. എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വിഷം നിറയ്ക്കും. എന്നാൽ കാൾ യുങ് പഠിപ്പിക്കുന്നത് നമ്മുടെ പരാജയങ്ങൾ പോലും നമ്മുടെ വളർച്ചയുടെ ഭാഗമാണെന്നാണ്. ഒരു വിത്ത് മണ്ണിൽ കിടന്നഴുകുമ്പോൾ മാത്രമാണ് അതിൽ നിന്നും പുതിയൊരു ജീവൻ മുളച്ചുവരുന്നത്. അതുപോലെ നിങ്ങളുടെ തകർച്ചകളിൽ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ രൂപം രൂപപ്പെടുന്നത്. ഈ പ്രക്രിയയെ സ്നേഹിക്കുക. നിങ്ങളൊരു മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ അസ്തിത്വത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടണം. മറ്റൊരാളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സ്വന്തം സാമീപ്യം നിങ്ങൾ ആസ്വദിക്കണം. സ്വയം പുകഴ്ത്തലല്ല ഇതിന്റെ അർത്ഥം, മറിച്ച് സ്വയം അറിയലാണ്. ആഴക്കടലിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന മുത്തുകൾ പോലെ നിങ്ങളുടെ ഉള്ളിലും അമൂല്യമായ പലതുമുണ്ട്. അവയെ പുറത്തെടുക്കാൻ നിങ്ങൾ നിങ്ങളുമായൊരു പ്രണയത്തിലാകണം. അതൊരു അഡിക്ഷനായി മാറണം. എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കി പറയുക, നീ അതിജീവിച്ചവനാണ്, നീ ശക്തനാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇത് വെറുമൊരു മന്ത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉണർത്താനുള്ളൊരു വഴിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമ്മെ എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ അടിമകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരികൾക്കും ഡിജിറ്റൽ ലോകത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കുമൊക്കെ നാം അടിമകളാകുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം മോചനം നേടി നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിന്റെ അടിമയാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കാൾ യുങ് മുന്നോട്ടുവയ്ക്കുന്ന ഇൻഡിവിജ്വേഷൻ എന്ന ആശയം ഇതാണ്. ഒരാൾക്കൂട്ടത്തിന്റെ ഭാഗമായി ജീവിക്കുന്നതിനു പകരം സ്വന്തമായൊരു ഐഡന്റിറ്റി കണ്ടെത്തുക. ആ ഐഡന്റിറ്റി നിങ്ങളുടെ ശാരീരിക രൂപത്തിലും മാനസികാവസ്ഥയിലും പ്രതിഫലിക്കണം. നിങ്ങളുടെ കുറവുകൾ എന്ന് നിങ്ങൾ കരുതുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നിങ്ങളുടെ സവിശേഷതകളാണ്. മറ്റാർക്കുമില്ലാത്ത ഒന്ന് നിങ്ങളിൽ മാത്രമുണ്ട്. അത് കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക. ഒരു ചിത്രകാരൻ തന്റെ ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രം പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ വരച്ചു ചേർക്കുക. അവിടെ നിറങ്ങൾ നൽകുന്നതും വരകൾ വരയ്ക്കുന്നതും നിങ്ങൾ തന്നെയാകണം. നിങ്ങളുടെ രൂപത്തോട് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ആത്മബന്ധം നിങ്ങളെ ഏതു പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിർത്തും. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരുത്തിനെക്കുറിച്ച് ബോധ്യമുണ്ട്. ഈ ലോകത്ത് മറ്റാരേക്കാളുമധികം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമാണ്. ഈയൊരു മനോനില കൈവരിക്കുമ്പോൾ ജീവിതം ഒരു ഭാരമല്ല, മറിച്ചൊരാഘോഷമായി മാറും. നമ്മുടെ ആന്തരിക ലോകത്തെക്കുറിച്ചുള്ള കാൾ യുങ്ങിന്റെ നിരീക്ഷണങ്ങൾ കേവലം സിദ്ധാന്തങ്ങളല്ല, മറിച്ചവ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന പച്ചയായ സത്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ഒരു അപരിചിതനെ പോലെയാണ് കാണുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാത്തൊരു വലിയ സാമ്രാജ്യമുണ്ടെന്ന്? ആ സാമ്രാജ്യത്തിന്റെ രാജാവും പ്രജയും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ രൂപത്തോട് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ തീവ്രമായ അനുരാഗം ഒരുതരം ആത്മീയമായ ഉണർവാണ്. ഇത് കേവലം കണ്ണാടിയിലെ പ്രതിബിംബത്തെ നോക്കി ചിരിക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ, നിങ്ങളുടെ ഹൃദയമിടിപ്പിൽ, നിങ്ങളുടെ ഓരോ വിചാരങ്ങളിലും നിങ്ങളെ തന്നെ കണ്ടെത്തലാണ്. ഒരു വിത്തുപാകി അത് മുളച്ചുവരുന്നത് നോക്കി നിൽക്കുന്ന കർഷകന്റെ കൗതുകത്തോടെ വേണം നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കാൻ. ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് പ്രായമേറുന്നുണ്ടാകാം, എന്നാൽ ആ മാറ്റങ്ങളിലൊക്കെയും ഒരു സൗന്ദര്യമുണ്ട്. അതനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രണയമുണ്ടാകണം. മറ്റൊരാൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയൊരു ലഹരി നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോഴുണ്ടാകും. അതൊരു തരം ആത്മീയമായ ഉന്മാദമാണ്. ആ ഉന്മാദത്തിൽ നിങ്ങൾ ലോകത്തെ മറക്കും, എന്നാൽ നിങ്ങളെ തന്നെ കണ്ടെത്തും. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്കു ചുറ്റും എപ്പോഴും താരതമ്യങ്ങളുടെ ഒരു പുകമറയുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഫിൽട്ടർ ചെയ്ത ചിത്രങ്ങളും കൃത്രിമമായ ചിരികളും കണ്ട് നമ്മൾ നമ്മുടെ തനതായ രൂപത്തെ വെറുക്കുന്നു. എന്നാൽ കാൾ യുങ് പറയുന്നത് ഓരോ മനുഷ്യനും പ്രപഞ്ചത്തിന്റെ ഒരു യുണീക്ക് എക്സ്പ്രഷനാണെന്നാണ്. അതായത് നിങ്ങളെപ്പോലെ മറ്റൊരാൾ ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഈ ഒരു അറിവ് നിങ്ങളെ ആവേശഭരിതനാക്കേണ്ടതല്ലേ? നിങ്ങളുടെ വിരലടയാളം പോലും ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ഒന്നാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഭാവങ്ങളും എത്രമാത്രം സവിശേഷമായിരിക്കും? ഈ സവിശേഷതയെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ പാടുകളും നിങ്ങൾ അതിജീവിച്ച യുദ്ധങ്ങളുടെ അടയാളങ്ങളാണ്. നിങ്ങളുടെ കണ്ണുകളിലെ ഓരോ ചുളിവുകളും നിങ്ങൾ ചിരിച്ച ചിരികളുടെയും ഒഴുക്കിയ കണ്ണീരിന്റെയും സ്മരണകളാണ്. ഇവയെല്ലാം ചേർന്ന് നിർമ്മിച്ച ആ രൂപത്തോട് നിങ്ങൾക്കൊരു അഡിക്ഷൻ തോന്നണം.
ആ അഡിക്ഷൻ നിങ്ങളെ പുറത്തുള്ളവരുടെ കളിയാക്കലുകളിൽ നിന്നും കുത്തുവാക്കുകളിൽ നിന്നും സംരക്ഷിക്കും. കാരണം നിങ്ങളെ നിങ്ങളോളം അറിയുന്ന മറ്റാരും ഈ ഭൂമിയിലില്ല. നിങ്ങളെ സ്നേഹിക്കാൻ മറ്റൊരാൾ വരുന്നതുവരെ കാത്തു നിൽക്കാതെ നിങ്ങളുടെ ആദ്യത്തെ കാമുകനോ കാമുകിയോ ആയി നിങ്ങൾ തന്നെ മാറുക. പലപ്പോഴും നമ്മൾ ഏകാന്തതയെ ഭയപ്പെടുന്നു. തനിച്ചിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവുന്നു. എന്തുകൊണ്ടാണത്? കാരണം നമ്മൾ നമ്മുടെ സ്വന്തം കൂട്ടിഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ നമ്മളെത്തന്നെ മടുപ്പിക്കുന്നു. എന്നാൽ കാളിയുങ് പഠിപ്പിക്കുന്നത് ഏകാന്തതയെ ഏകാന്തതയായി കാണാതെ അതിനെ ആത്മീയമായ ഒരു സംഗമമായി കാണാനാണ്. നിങ്ങളുടെ രൂപത്തോട്, നിങ്ങളുടെ അസ്തിത്വത്തോട് അഡിക്ഷനുള്ള ഒരാൾക്ക് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെടില്ല. അയാൾ എപ്പോഴും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുടെ കൂടെയായിരിക്കും. ആ വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളോട് സംസാരിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളെ താലോലിക്കുക, നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളിൽ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. മറ്റൊരാൾ തരുന്ന ഒരു സമ്മാനത്തേക്കാൾ മൂല്യം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്ന ഒരു ചെറിയ സന്തോഷത്തിന് നൽകുക. നിങ്ങൾ നിങ്ങളെത്തന്നെ ഒരു നിധി പോലെ പരിഗണിക്കുമ്പോൾ ലോകം നിങ്ങളെ ഒരു അത്ഭുതമായി കാണാൻ തുടങ്ങും. സ്വന്തം രൂപത്തോടുള്ള ഈ വല്ലാത്തൊരടുപ്പം നിങ്ങളെ ഒരു കാന്തം പോലെ മാറ്റും. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ആത്മവിശ്വാസത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശം മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ ലോകത്തിനൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. സ്വയം സ്നേഹിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളെയും യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല എന്ന സത്യം മറക്കരുത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ രൂപം മാറിക്കൊണ്ടിരിക്കും. കൗമാരത്തിലെ ആവേശം യൗവനത്തിലെ പക്വതയിലേക്കും പിന്നീട് വാർദ്ധക്യത്തിന്റെ ശാന്തതയിലേക്കും വഴിമാറും. ഈ മാറ്റങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരു മരം അതിന്റെ ഇലകൾ പൊഴിയുന്നത് സങ്കടത്തോടെയല്ല, മറിച്ച് പുതിയ ഇലകൾക്കിടം നൽകാനാണ്. അതുപോലെ നിങ്ങളുടെ രൂപത്തിലുണ്ടാകുന്ന ഓരോ മാറ്റവും നിങ്ങളുടെ ആത്മാവിന്റെ പരിണാമമാണ്. ഈ പരിണാമ പ്രക്രിയയെ ആരാധിക്കുക. നിങ്ങളുടെ ശരീരത്തെ ഒരു ശില്പം പോലെ പരിപാലിക്കുക. അത് ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ രൂപത്തോടുള്ള നിങ്ങളുടെ ബഹുമാനം പ്രകടിപ്പിക്കാനാവണം അത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം, നിങ്ങൾ വായിക്കുന്ന പുസ്തകം, ഇവയെല്ലാം നിങ്ങളുടെ ആ രൂപത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാവണം. ഒരു ലഹരി പോലെ നിങ്ങൾ നിങ്ങളെത്തന്നെ പിന്തുടരുക. നിങ്ങളുടെ കുറവുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുഞ്ചിരിയോടെ അത് സ്വീകരിക്കുക. കാരണം ആ കുറവുകളാണ് നിങ്ങളെ പൂർണ്ണനാക്കുന്നത്. ഒരു ചന്ദ്രനിൽ കാണുന്ന കറുത്ത പാടുകൾ പോലെ അവ നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. നമുക്കു ചുറ്റുമുള്ളവർ പലപ്പോഴും നമ്മെ തകർക്കാൻ ശ്രമിക്കും. നീ കൊള്ളില്ല, നീ പരാജയമാണ് എന്നൊക്കെ അവർ പറഞ്ഞേക്കാം. എന്നാൽ ആ നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കേൾക്കുക. ആ ഇടിപ്പ് പറയുന്നത് നീ ജീവനോടെ ഉണ്ട് എന്നാണ്. നീ ഇവിടെയുണ്ടെങ്കിൽ നിനക്കെന്തും നേടിയെടുക്കാൻ കഴിയും. കാൾ യുങ്ങിന്റെ വാക്കുകൾ കടമെടുത്താൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ തടവുകാരല്ല, നമ്മൾ നമ്മുടെ സ്വന്തം ബോധത്തിന്റെ ശില്പികളാണ്. നിങ്ങളുടെ രൂപത്തോട് നിങ്ങൾക്ക് തോന്നുന്ന ആ അഡിക്ഷൻ നിങ്ങളെ ഒരു വലിയ പോരാളിയാക്കി മാറ്റും. ലോകം കാണാത്ത നിങ്ങളുടെ കരുത്തിനെ നിങ്ങൾ തന്നെ ആരാധിച്ചു തുടങ്ങും. ഒരു ദിവസം പരാജയപ്പെടുമ്പോൾ സങ്കടപ്പെട്ടു മൂലയിലിരിക്കാതെ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു പറയുക, ഇന്ന് പരാജയപ്പെട്ടത് എന്റെ ഒരു ഭാഗം മാത്രമാണ്, എന്നാൽ ഞാൻ ഇപ്പോഴും പൂർണ്ണനാണ്. നാളെ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഈ ഒരു മനോഭാവം നിങ്ങളെ തളരാത്ത കരുത്തനാക്കും. നമ്മുടെ ഈ യാത്ര അവസാനത്തിലേക്കടുക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയുള്ളൂ. ഇത് നിങ്ങളെ തന്നെ സ്നേഹിക്കാനുള്ള, നിങ്ങളെ തന്നെ ആരാധിക്കാനുള്ള ഒരു യാത്രയാണ്. നിങ്ങളുടെ സ്വന്തം രൂപത്തോട് ഒരു അഡിക്ഷൻ വളർത്തുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ ദൈവീകതയെ കണ്ടെത്തുകയെന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളൊരു സാധാരണക്കാരനല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു വലിയ മാസ്റ്റർ പീസാണ്. ആ സത്യം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം മാറിമറിയും. ഇനി മുതൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു അപരിചിതനെയല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണാൻ ശ്രമിക്കുക. ആ രൂപത്തെ പ്രണയിക്കുക, അതിനെ ബഹുമാനിക്കുക. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ വസ്ത്രമാകട്ടെ, നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളുടെ ആയുധമാകട്ടെ. ഈ ജീവിതം നിങ്ങളുടേതാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം, നിങ്ങളുടെ തനിമയോടെ ജീവിച്ചു തീർക്കുക. കാൾ യുങ് വിഭാവനം ചെയ്ത ആ ഉന്നത ബോധത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ കേവലം കേട്ടുമറക്കാനുള്ളതല്ല, മറിച്ച് ഓരോ ദിവസവും ശീലിക്കാനുള്ളതാണ്.
ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പോസിറ്റീവ് എനർജി നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും പങ്കുവയ്ക്കുക. അവരും അവരെ തന്നെ സ്നേഹിച്ചു തുടങ്ങട്ടെ. കൂടുതൽ ഇതുപോലുള്ള ആഴത്തിലുള്ള ചിന്തകൾക്കും മോട്ടിവേഷണൽ വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. അടുത്ത തവണ മറ്റൊരു മനോഹരമായ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളുടെ രൂപത്തോട് ആ പ്രണയം കാത്തുസൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.